വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 34-ാം വാക്യം. പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, എളിയവർക്ക് അവൻ കൃപ നൽകുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു വചനം നമ്മോട് പറയാതെ പങ്കുവയ്ക്കുന്ന പല ആശയങ്ങളുമുണ്ട്, പല സന്ദേശങ്ങളുമുണ്ട്. അതായത് പരിഹസിക്കുന്നവരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഹസിക്കപ്പെടാൻ അർഹതപ്പെട്ടവരെ അവൻ പരിഹസിക്കുക തന്നെ ചെയ്യും. അവിടെ കരുണയോ ദയയോ അവൻ കാട്ടുകയില്ല. കാരണം പരിഹാസം എന്ന വാക്കിൻ്റെ വേദന, അല്ലെങ്കിൽ ഒരിക്കൽ പരിഹസിക്കപ്പെടുന്നവൻ, ഒരിക്കൽ ഒറ്റപ്പെടുന്നവൻ, അതിൻ്റെ വേദന അനുഭവിക്കുന്നവൻ പിന്നീട് എപ്പോഴായാലും ആ ഒരു സാഹചര്യത്തെ ഉള്ളിൽ ഉരുക്കിക്കൊണ്ട് തന്നെ ജീവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ തമ്പുരാൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, തീർച്ചയായും നീ പരിഹസിക്കപ്പെടാൻ അർഹനാണെങ്കിൽ നിന്നെ ഞാൻ പരിഹസിക്കുക തന്നെ ചെയ്യും. എന്നാൽ എളിയവനാണെങ്കിൽ അവൻ്റെ കരുണ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യും. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും കൺമുന്നിലേക്ക് വരുന്ന സാഹചര്യങ്ങളെ മറ്റുള്ളവരെ പരിഹാസ ചുവയോടെ നോക്കുകയും വാക്കുകൾ കൊണ്ട് പ്രയോഗിക്കുകയും ചെയ്യാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാരാകാം, സഹോദരങ്ങളാകാം, നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഒക്കെ ആകാം. കൂട്ടത്തിൽ നിന്ന് ഒരാളെ പരിഹസിക്കുമ്പോൾ കിട്ടുന്ന കയ്യടി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പരിഹസിച്ചിട്ടുണ്ടാകാം. പക്ഷെ അപ്പോഴൊക്കെയും ഇതുപോലൊരു പരിഹാസം സ്വർഗത്തിൽ നിന്നും നമുക്ക് നേരെ ഉണ്ടാകും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഈ വചനം മാറുന്നു. അങ്ങനെയെങ്കിൽ എളിമയോടുകൂടി ജീവിക്കുവാൻ, സ്വർഗത്തിന് വിധേയരായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ഈ വചനം നമ്മെ സഹായിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ആശുപത്രി, ക്രൈസ്തവ സഭയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ആശുപത്രി. അതിൻ്റെ മേലധികാരിയായി അവിടെ ശുശ്രൂഷ ചെയ്യുന്നതാകട്ടെ ഒരു വൈദികനും. ഒരിക്കൽ അവിടെ തന്നെയുള്ള ഒരു നേഴ്സ് ഈ വൈദികന്റെ അടുത്തേക്ക്, തൻ്റെ മേലധികാരിയുടെ അടുത്തേക്ക് കടന്നു വന്ന് ഒരു പരിഹാരത്തിനായി ഒരു പ്രശ്നം അവതരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അവതരിപ്പിക്കുകയാണ്. അല്ലയോ പുരോഹിത, വൈദിക, ഈ ആശുപത്രിയിൽ വളരെ നാളുകളേറെയായി ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഒരു നല്ല നേഴ്സായി തന്നെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, എൻ്റെ സേവനം നൽകുന്നുണ്ട്. പക്ഷേ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്കിവിടെ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങൾ നല്ലതല്ല. ഒരുപാട് രോഗികൾ അപമര്യാദയോടുകൂടി ഈ ആശുപത്രിയോടും ഒപ്പം ഇവിടുത്തെ മറ്റുള്ള ശുശ്രൂഷ ചെയ്യുന്നവരോടും ഒക്കെ പെരുമാറുന്നുണ്ട്. അവരുടെ സ്ഥാനം എന്താണെന്ന് ബഹുമാനിക്കാതെ അവരെ നിന്ദിക്കുന്ന രീതിയിൽ അവർ ആക്രോശിക്കുകയും അതോടൊപ്പം അപമര്യാദയായിട്ടുള്ള പെരുമാറ്റ രീതികൾ ഞങ്ങൾക്ക് നേരെ വച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഇതിനെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടി ഈ മേലധികാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ഒരു പരാതി നേരിട്ട് ബോധ്യപ്പെടുത്താനാണ് ഞാൻ അങ്ങയുടെ പക്കലേക്ക് സമക്ഷം വന്നത്. എന്നാൽ ഇത് കേട്ട് ഈ വൈദികൻ കുറച്ചു നേരം ഒന്ന് ചിന്തിച്ച് ഇദ്ദേഹത്തെ നോക്കി പുഞ്ചിരിക്കുകയാണ്. ഈ നേഴ്സാകട്ടെ എന്തിനാണ് എന്നെ നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് എന്ന അവ്യക്തമായിട്ടുള്ള ചിന്തയാൽ അവിടെ തന്നെ ആയിരിക്കുന്നു. എന്നാൽ അതിന് വൈദികൻ വളരെ രസകരമായിട്ടുള്ള, എന്നാൽ ഏറെ ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഉത്തരവും ചോദ്യവും ഒക്കെ ഈ ഒരു നേഴ്സിനോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിലേക്കും ഉത്തരത്തിലേക്കും ഒക്കെ നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ വചന സമീക്ഷയുടെ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? കോട്ടയത്ത് നിന്ന് മറിയാമ്മ ആന്റി. ഓക്കെ, ആന്റിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പച്ചനും ഞാനും മാത്രമേ ഇപ്പോ ഉള്ളൂ. ഓക്കെ, രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, കോട്ടയത്ത് എന്തുകൊണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ? ഇന്നിപ്പം വലിയ മഴയില്ല. ഓക്കെ, നല്ല ആവശ്യത്തിന് മഴയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഉണ്ട്. ഓക്കെ, അപ്പൊ ആന്റി എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയിട്ട് ബാക്കി വിശേഷത്തിലേക്ക് വരാവേ. വരാം. അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിഗ്രഹങ്ങളിൽ ആശ്രയിച്ച് ബിംബങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ ദേവന്മാരാകുന്നു എന്ന് പറയുന്നവർ എങ്ങനെ ആയിത്തീരും? ഏറ്റവും ലജ്ജിച്ചു പോകും. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അവർ പിന്തിരിഞ്ഞ് ഏറ്റവും ലജ്ജിച്ചു പോകും. അപ്പൊ രണ്ടാമത്തെ ചോദ്യം കൂടി ചോദിക്കുവാണേ. ചോദ്യം ഇതാണ്: യഹോവ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ കുരുടനെന്നും ചെകിടനെന്നും വിളിക്കുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ ആന്റി, പറഞ്ഞോളൂ. ചെവി തുറന്നിരുന്നിട്ട് അവർ കേൾക്കുന്നില്ല.
അത് ചെകിടനെന്ന് വിളിക്കാനുള്ള കാരണം, കുരുടനെന്നും കൂടി വിളിക്കാനുള്ള കാരണം എന്താ? ക്വസ്റ്റ്യൻ അങ്ങനെയല്ലയോ? യഹോവ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ കുരുടനെന്നും ചെകിടനെന്നും വിളിക്കുന്നത്? അവര് അന്ധനായതുകൊണ്ട് കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നുമില്ല. ചെവി തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നില്ല. ആ ഓക്കെ ആന്റി, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്. പലതും കണ്ടിട്ടും നീ നിരീക്ഷിക്കുന്നില്ല, ചെവി തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നുമില്ല. ഓക്കെ, ഇപ്പൊ 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പൊ ആന്റി പാട്ടൊക്കെ പാടാറുണ്ടോ? ചെറുതായിട്ടൊക്കെ പാടും. പാട്ട് പാടുവാണോ ചെയ്യുന്നത്? ഏറ്റവും കൂടുതലായിട്ട് വചനം ഇങ്ങനെ പങ്കുവെക്കുവാണോ? സാക്ഷ്യം പറയുന്നത്? എന്താ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്? എന്താ? ഏത് വേണേലും പറയാം. എല്ലാത്തിനും റെഡിയാണ്, ഓൾ ഇൻ ഓൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാവോ? ഓക്കെ, പാടിക്കോളൂ. എപ്പോഴും സ്തുതിക്കും ഞാൻ, എപ്പോഴും സ്തുതിക്കും ഞാൻ, എന്താണ് നായകനേശുവിനെ, എങ്ങനെ മറക്കും ഞാൻ, എങ്ങനെ മറക്കും ഞാൻ, എന്താണ് നാഥൻ യേശുവിനെ. മതിയോ? ആ മതി. ഇതാണോ ചെറുതായിട്ട് പാടൂന്ന് പറഞ്ഞേ? ഇത് നമ്മുടെ ഇവിടത്തെ പാടിനൊന്നും വലിയതൊന്നും ഇല്ല. പിന്നെ ഈ പാട്ട് ആരെഴുതിയതാന്ന് അറിയോ? അറിയാം. ആരാ? മാത്യൂസ് വർഗീസ്. നമ്മുടെ സാറാ കേട്ടോ, നമ്മുടെ ഇവിടുത്തെ സാറാ പാട്ട് എഴുതിയിരിക്കുന്നേ. അത് പേര് മാത്യൂസ് വർഗീസ് എന്നല്ലേ? അതെ, ഞാൻ പറഞ്ഞതാ. അപ്പൊ എന്താ പറയാ, എനിക്കറിയാം അവരുടെ പാട്ടാണെന്നൊക്കെ എനിക്കറിയാം. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും. ഓക്കെ, അത് നന്നായിട്ട് കുറച്ചുകൂടെ അപ്പൊ പഠിച്ചോളൂ. അപ്പൊ ഭയങ്കര സന്തോഷം കേട്ടോ, നമ്മുടെ ഈ പ്രോഗ്രാമില് ഇവിടുത്തെ സാറിന് തന്നെ പാട്ടിങ്ങനെ പാടുക എന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷം. അതാ, ഞാൻ എല്ലാ പാട്ടും എനിക്കറിയാം. ഓക്കെ, അപ്പൊ എല്ലാം ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ അത് ഇനിയും അങ്ങനെ ഫോളോ ചെയ്ത് പോകാനുള്ള ഒരു അനുഗ്രഹം ഈശോ തരട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേ സന്തോഷത്തില് 3ാമത്തെ ചോദ്യത്തിലേക്ക് കൂടി പോകാം. ചോദ്യം ഇതാണ്: യഹോവ തന്റെ നീതി നിമിത്തം എന്താണ് ചെയ്യുന്നത്? നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹത്വീകരിക്കാൻ പ്രസാദിച്ചിരിക്കുന്നു. വളരെ ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: തന്റെ നിയമം ശ്രേഷ്ഠമാക്കി മഹത്വീകരിക്കുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ ഇപ്പൊ 3 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകി കഴിഞ്ഞു. ഇനി 4ാമത്തെ ഒരു ചോദ്യം കൂടെ ഉള്ളൂ, അത് ചോദിക്കുവാണേ. ചോദ്യം ഇതാണ്: യഹോവ ആ ജനത്തെ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ജനമാകുന്നു. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. സംശയമൊന്നും വേണ്ട. ഉത്തരം ഇതാണ്: കൊള്ളയടിക്കപ്പെട്ടതും കവർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു ജനതയാകുന്നു. അപ്പോ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞപ്പോ ഒരു സന്തോഷമൊക്കെ തോന്നില്ലേ? ഞാനൊന്ന് നോക്കിയത് മാത്രമേ ഉള്ളൂ. അതൊക്കെ എന്താ പറയാ, നമ്മൾ തയ്യാറെടുക്കുന്ന കുറച്ച് ഭാഗങ്ങളും അതുപോലെ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളും, അത് രണ്ടും എന്താ പറയാ, ഒരു വലിയ അനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഉത്തരം അത് കറക്റ്റ് സമയത്ത് പറയാൻ പറ്റും. ഞാൻ ഇതൊക്കെ എപ്പോഴും വായിക്കുന്നു, അങ്ങനെ ഒരു പരിചയമുണ്ട്. ഓക്കെ, അപ്പൊ ബൈബിളുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ്. അതെ, ഞാനിപ്പോ അവിടുത്തെ രാവിലത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലാം അവിടെ വിടുന്നുണ്ട്. ഞങ്ങൾക്ക് സമ്മാനവും കിട്ടിയതാ. ഓക്കെ, അപ്പൊ അതിന് വേറൊരു കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ ആന്റി ഇനിയും വിളിക്കാം കേട്ടോ വചന സമീക്ഷയിലേക്ക്. വിളിക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോ മറിയമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വളരെ സന്തോഷത്തോടു കൂടി നമ്മളോട് സംസാരിച്ചു. നമ്മുടെ തന്നെ സാറിൻ്റെ പാട്ട് പാടി, ഒപ്പം എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞു. അപ്പോൾ അത്രയും ബൈബിളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളാന്ന് വലിയൊരു സാക്ഷ്യം ഇതിലൂടെ തന്നെ നൽകി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആൻറ്റിയും കുടുംബത്തെയൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് കൂടി മടങ്ങി വരാം. ഒരു നേഴ്സ് ആ വൈദികന് മുൻപാകെ നിന്ന് പരാതി ബോധിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വൈദികൻ, അതിൻ്റെ മേലുദ്യോഗസ്ഥനായിരിക്കുന്ന ആ വൈദികൻ തിരിച്ച് ഇപ്രകാരമാണ് ചോദിക്കുന്നത്: താങ്കൾ ഒരു ദിവസം ഒരുപാട് രോഗികളെ കാണുന്ന വ്യക്തിയാണല്ലോ, അവരെയെല്ലാം പരിചരിക്കുവാനായിട്ട് താങ്കൾ ഒരു ട്രെയിൽ എന്തോ ഒരു ദ്രാവകം എടുത്തുകൊണ്ട് പോവുകയാണെന്ന് കരുതുക. ഒരുപക്ഷെ ഇന്നും താങ്കൾ അത് എടുത്തിട്ടുണ്ടാകും. അങ്ങനെ ഒരു ദ്രാവകം, എന്തെങ്കിലും ഒരു മരുന്നിൻ്റെ ദ്രാവകം എടുത്തുകൊണ്ട് പോവുകയാണെന്ന് കരുതുക. പക്ഷേ ആ പോകുന്ന വഴിക്ക് താങ്കൾ ഒരാളുമായി കൂട്ടിമുട്ടുകയാണെങ്കിൽ
അതൊരു പക്ഷെ രോഗിയാകാം, അല്ലെങ്കിൽ താങ്കളോടൊപ്പം ജോലി ചെയ്യുന്ന താങ്കളുടെ സുഹൃത്താകാം. ആരെങ്കിലുമായി ആ ഒരു ദ്രാവകമടങ്ങിയ ട്രേ കൂട്ടിമുട്ടുകയാണെങ്കിൽ അത് നിറഞ്ഞു തുളുമ്പി താഴേക്ക് പോകില്ലേ? അപ്പോൾ ഈ നേഴ്സ് സംശയത്തോടെ തന്നെ തലയാട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഒഴുകി താഴേക്ക് പോകും. അപ്പോൾ ഈ വൈദികൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ആ താഴേക്ക് പോകുന്നത് ദ്രാവകമായിരിക്കില്ലേ? വേറൊന്നുമല്ലല്ലോ. അതായത് ആ ട്രേക്ക് ഉള്ളിലുണ്ടായിരുന്ന ദ്രാവകം മാത്രമല്ലേ പുറത്തേക്ക് ആ ഒരു കൂട്ടിമുട്ടലിന്റെ ശക്തിയിൽ താഴേക്ക് പോവുകയുള്ളൂ, അല്ലാതെ വേറൊന്നും പോയില്ലല്ലോ. അതിന്റെ ചുറ്റുപാടിലും ഇരിക്കുന്ന മറ്റൊരു സാധനത്തിനും ഒരു കോട്ടവും സംഭവിക്കില്ലല്ലോ. അപ്പോൾ ഈ നേഴ്സ് വീണ്ടും സംശയത്തോടെ തീർച്ചയായിട്ടും അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വൈദികൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് തന്നെയാണ് നീ നിന്റെ ജീവിതത്തിൽ പഠിക്കേണ്ടതും, ഇത് തന്നെയാണ് നീ എന്നോട് ചോദിച്ച അല്ലെങ്കിൽ പരിഹാരത്തിന് ചോദിച്ച ആ പ്രശ്നത്തിനുള്ള ആ ഒരു പരാതിക്കുള്ള എൻ്റെ ഉത്തരവും. അപ്പോൾ ഈ നേഴ്സ് ഒന്നും മനസ്സിലാകാതെ ഇദ്ദേഹത്തെ തന്നെ നോക്കി നിൽക്കുന്നു. പുഞ്ചിരിയോടെ ആ വൈദികൻ ഇങ്ങനെ തുടരുന്നുണ്ട്. ആ തുടർച്ച എന്താണെന്ന് നമുക്ക് മടങ്ങി വരുമ്പോൾ കേൾക്കാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ കോളിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ അങ്കമാലിയിൽ നിന്നും അന്നാമ്മ ബേബി. അങ്കമാലിയിൽ നിന്ന് അന്നാമ്മ ആന്റിയാണ്. ആന്റി നമസ്കാരം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാനും എന്റെ ഭർത്താവും മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ. മക്കള് രണ്ടുപേരും പുറത്താണ്. അപ്പൊ അങ്കിൾ അടുത്തുണ്ടോ? ഇല്ല, അങ്കിളിന് ഞങ്ങൾക്കൊരു ചെറിയ ഇതുണ്ട്. പുള്ളിക്കാരൻ ഒരു ഓഡിറ്റോറിയത്തില് മാനേജറായിട്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ രണ്ടുപേരും എന്തായാലും സുഖമായിട്ടിരിക്കുന്നല്ലോ? കൃപയാൽ സുഖമായിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ കൃപയാൽ. തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഓ, ഞാൻ ആ ചാനലിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കണം. കൊറോണ കാലത്ത് ഞങ്ങൾ കുർബാന കണ്ടത് ആ ചാനലിൽ ഉണ്ടാകണം. ആ ഓക്കെ ആന്റി. അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കയറിയാലോ, എന്നിട്ട് വിശേഷങ്ങളിലേക്ക് വരാം. വരാലോ. അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ആ ജനതയുടെ അവസ്ഥ എന്തായിരുന്നു? ചോദ്യം ഒന്നും കൂടി പറഞ്ഞേ. ആ ജനതയുടെ അവസ്ഥ എന്തായിരുന്നു? എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടക്കപ്പെട്ടുമിരിക്കുന്നു. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഉത്തരം ഇതാണ്, അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടും ഇരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും ഏൽപ്പിച്ചു കൊടുത്തവൻ ആരാണ്? യഹോവ തന്നെ അല്ലയോ? സംശയം ഒന്നും വേണ്ട. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. ഉത്തരം ഇതാണ്, യഹോവ തന്നെ. ഓക്കെ, അപ്പൊ ആന്റി പാട്ട് പാടുന്ന ആളാണോ? പാട്ടൊന്നും പാടില്ല, എന്നാലും രണ്ടുപേരും പാടും. മോളും വചന സമീക്ഷയ്ക്ക് വേണ്ടിട്ട് പാടും പറഞ്ഞാൽ പാടും അല്ലേ? പിന്നെ അപ്പൊ പാടിക്കോ ആന്റി. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനെ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തന്റെ കണ്ണുനീർ തുടച്ചല്ലോ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനെ. ഓക്കെ, ഇതാണോ പാടില്ല എന്ന് പറഞ്ഞേ? ഇനിയിപ്പോ ഞാൻ വചനം പറയാമോണ്ട്. അത് നമുക്ക് പറയാം. അടുത്തൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് എന്നാ വചനം പറയാം. പ്രാർത്ഥിക്കാൻ ഈ പാട്ടൊക്കെ പാടിയാ മതി. നല്ല പാട്ടായിരുന്നു. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്, യഹോവ യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും ഏൽപ്പിച്ചു കൊടുത്തത് എന്തുകൊണ്ടാണ്? അവർ പാപം ചെയ്ത് പോയി അവന്റെ വഴികളിൽ നടപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അതിന്റെ ന്യായപ്രമാണം അവർ അനുസരിച്ചതുമില്ല. ശരി ഉത്തരമാണ് ആന്റി. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. ഉത്തരം ഇതാണ്, അവനോട് പാപം ചെയ്തു, അവന്റെ വഴികളിൽ നടക്കുവാൻ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. ഓക്കെ, അപ്പോ 3 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകി. മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് നമുക്ക് വചനം പറയാന്ന് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ പറഞ്ഞോളൂ. ഓക്കെ പറയാം. ഞാൻ ഇന്നലെ വായിച്ചത് നമ്മുടെ 1 ശമൂവേൽ പുസ്തകമായിരുന്നു.
അതിനകത്ത് ഒന്നാം അധ്യായം ഒക്കെ വായിച്ച് അതിനകത്ത് ഏലി പുരോഹിതന്റെ 2 മക്കളും ഈ യാഗം കഴിക്കാൻ തന്നെ ആൾക്കാർക്കിടെ ഇറച്ചി ഒക്കെ അവർക്കിടെ ഈ മുപ്പഞ്ചിയും കൊണ്ട് എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് ഭയങ്കര. അപ്പൊ അവര് യഹോവ അവരെ നശിപ്പിച്ചു കളയണം. അവര് പറഞ്ഞിരുന്നത് യഹോവ മുമ്പ് പറഞ്ഞിരുന്നത് നിങ്ങളുടെ വംശ പരമ്പരമായിട്ട് നിരന്തരമായിട്ട് അങ്ങനെയൊക്കെ ഓണൊക്കെ തരുമെന്ന് പറഞ്ഞു. പക്ഷെ യഹോവയ്ക്ക് വെറുപ്പായി. യഹോവയെക്കാളും വലിയതായിട്ട് കൂടുതൽ സ്നേഹിച്ചു. അതിനോട് അനുബന്ധിച്ച് ഇവിടെ തൊട്ടടുത്ത ഒരു അനുഭവം ഉണ്ടായത് പറയാം. അതോട് ചേർന്ന് പറയും. സമയമുണ്ടോ? പെട്ടെന്ന് ചുരുക്കി പറഞ്ഞാൽ മതി. അപ്പൊ ഒരു വീട്ടില് ഒരു 3 പെൺകുട്ടികളുണ്ടായി. അതുങ്ങളെ കെട്ടിക്കാൻ വേണ്ടി അതുങ്ങളെ വീട് വിറ്റപ്പോ അവരുടെ ആന്റി ഒരെണ്ണുണ്ടായിരുന്നു. ആന്റി ഈ അവകാശം ചോദിച്ചുകൊണ്ട് വന്നു. അപ്പൊ പറഞ്ഞു ഒരവകാശവും ഇല്ല, നിനക്കൊക്കെ തന്നേക്കുന്നതാണ്, ഇനി ഒന്നുമില്ല എന്ന് തോന്നുന്നു. ഈ കേസൊക്കെ കൊടുത്ത് കാശ് 10 ലക്ഷം രൂപ അടുമ്പടുത്തം പറഞ്ഞ് മേടിച്ച് അന്ന് തുടങ്ങി ആ പുള്ളിക്കാറ്റിയുടെ വീട്ടില് സങ്കട. ഒന്നല്ലെങ്കിൽ ഒരാൾ ആശുപത്രിയിൽ, അല്ലെങ്കിൽ ഒരാൾ ആശുപത്രിയിൽ. ഇപ്പോൾ ആ കുടുംബം തകർന്ന് തരിപ്പണമായി പോയി. ഇപ്പൊ ആ പൈസ കൊണ്ടുപോയ ആള് ഇപ്പൊ 2ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇനിയിപ്പോ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ മൂക്കിക്കടെ ബ്ലഡും തലച്ചോറിന് തലയിൽ ഒരു ബ്രെയിൻ പൊട്ടി ഇതാണ്. അപ്പൊ നമ്മള് ദൈവത്തിന് അനീതിയായിട്ടുള്ളത് ചെയ്ത നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ കാണുന്ന സംഭവമാണ്. അനീതി ദൈവം വെറുക്കും. ഒരുത്തന്റെ കണ്ണുനീരും നമ്മുടെ വീട്ടിൽ വരാൻ പാടില്ല. അതൊക്കെ നമ്മൾ ഈ അനുഭവം ഇത് നമുക്ക് അങ്ങോട്ട് വല്ലാതെ മനോവേദനപ്പെടുത്തുന്ന സംഭവമാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഇപ്പൊ ഈ 1 ശമൂവേൽ വായിച്ചപ്പോ ഇന്നലെ ഞാൻ ഈ ആശുപത്രിയിലൊക്കെ പോയി കണ്ടു കഴിഞ്ഞപ്പോ ഇത് ഞാൻ അന്ന് ആ സ്ഥലം വെച്ചപ്പോ അവര് നമ്മുടെ വീട്ടിൽ മധ്യസ്ഥ വഹിക്കാൻ വന്ന അച്ഛനോട് വന്ന് പറഞ്ഞു, അച്ഛൻ ഒന്ന് ഈ കാര്യത്തിൽ ഒന്ന് ഇടപെടാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു എനിക്ക് ഇടപെടാൻ പറ്റൂല, നിങ്ങൾ 2ഉം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, ഞാൻ വേറൊരു മധ്യസ്ഥ തരാന്ന് പറഞ്ഞ കാര്യങ്ങള് എന്തായാലും അവർ അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം 10 ലക്ഷത്തിന് അവസാനിപ്പിച്ചു. അപ്പൊ ഇപ്പൊ 10 ലക്ഷത്തിന് 20 ലക്ഷം ആശുപത്രിയിലായിട്ടും ആള് രക്ഷപ്പെട്ടിട്ടില്ല. അതെ, നമ്മൾ ഒരിക്കലും നമുക്ക് അർഹതയില്ലാത്ത നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഓക്കെ അത് ഇത് കണ്ട് കുറെ ആൾക്കാർക്ക് പഠിക്കാനുണ്ട്. അതെ, ആന്റി ഇപ്പോ പറഞ്ഞത് എന്തായാലും വലിയൊരു എന്താ പറയാ വചനത്തോട് ചേർത്ത് നിർത്തി നമ്മുടെ ജീവിതാനുഭവങ്ങളോട് പറയുമ്പോഴാ ഇത് കാണുന്നതായാലും കേൾക്കുന്നതായിട്ടുള്ള പ്രേക്ഷകർക്ക് കൂടി കുറച്ചും കൂടി അതൊന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോ ഈ പറയുന്ന ഈ വ്യക്തിക്ക് ഒരാൾ ആശുപത്രിയിൽ നിൽക്കാനില്ല, ഒരാൾ കഞ്ഞി കൊണ്ട് കൊടുക്കാനില്ല, ആൾക്ക് ഒരു ഓർമ്മയില്ല, ആൾക്ക് എടുക്കാണ് 10 ലക്ഷം മേടിച്ചുകൊണ്ടെങ്കിൽ ഒരു 30 ലക്ഷം ഇപ്പൊ ആശുപത്രിയിലായി. ഇപ്പൊ ആൾക്ക് ഒന്നും ഒരു ഗുണവുമില്ല. നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവം കാണുമല്ലോ ആന്റി. അപ്പം എന്തായാലും അതിനെന്തായാലും ഇപ്പൊ പ്രശ്നം അനുഭവിക്കുന്നവർക്കും അതില് വേദനിക്കുന്നവർക്കും ഒക്കെ വലിയൊരു ദൈവത്തിന്റെ ഒരു സഹായം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ അതെ അതെ. അപ്പൊ നമുക്ക് എന്തായാലും 4ാമത്തെ ചോദ്യത്തിലേക്ക് കൂടി പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്. ആന്റിക്ക് വേണ്ടിയിട്ടുള്ള 4ാമത്തെ ചോദ്യം ഇതാണ്. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവന് സ്തുതിയും പാടുവാൻ ആരോടാണ് ആവശ്യപ്പെടുന്നത്? ആന്റി ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഹലോ, ഒന്നുകൂടി പറഞ്ഞേ. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്തു നിന്ന് അവന് സ്തുതിയും പാടുവാൻ ആരോടാണ് ആവശ്യപ്പെടുന്നത്? സകല ദ്വീപുകളും അതിൽ നിവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടും. അതെ അതെ, ഇപ്പൊ അത് ശരി ഉത്തരമായി. സകല ദ്വീപും അവയിലെ നിവാസികളും. അതെ, അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരോടും അതിലുള്ള സകലരോടും ദ്വീപുകളും അതിലെ നിവാസികളോടും. എന്റെ ബൈബിളിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. അത് കുഴപ്പമില്ല, വേർഡിങ്സ് മാറുന്നത്, അത് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഉത്തരം ശരിയാണ്. അപ്പൊ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. ഓക്കെ ആന്റി, ആന്റിയും ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്കിളിന് വേണ്ടിയിട്ടും ആന്റിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം. ഇനിയും വിളിക്കാം. ഓക്കെ ആന്റി, ഓക്കെ, താങ്ക് യു സോ മച്ച്.
അന്നമ്മ ആൻറ്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. നല്ലൊരു അനുഭവവും അതുപോലെ തന്നെ നല്ലൊരു പാട്ടും ഒക്കെ പാടി നമ്മളെയും സന്തോഷിപ്പിച്ചു. ഒപ്പം നമുക്ക് പ്രാർത്ഥനകളൊക്കെ അനുഗ്രഹമൊക്കെ നമുക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിക്കും അങ്കിളിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ വൈദികൻ ആ നേഴ്സിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ വൈദികൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ തന്നെ നേഴ്സിന് ഒന്നും മനസ്സിലാകുന്നില്ല. നമ്മളെപ്പോലെ അദ്ദേഹവും വെറുതെ തലയാട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ വൈദികൻ അവസാനമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ താങ്കളോട് ചോദിച്ചതുപോലെ ആ പാത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ട്രെയിൽ നിന്നും വെള്ളം അല്ലെങ്കിൽ ആ ദ്രാവകമായിരിക്കും പുറത്തേക്ക് പോവുക എന്നുള്ളത് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ നമ്മളെ വന്ന് ഇടിക്കുന്ന ആൾക്കാർ നമ്മുടെ ശരീരവുമായിട്ട് ഒരു കൂട്ടിമുട്ടൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറത്ത് ചാടേണ്ടത് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ദ്രാവകമായിരിക്കണം. ആ ദ്രാവകത്തിൻ്റെ പേര് സ്നേഹവും കരുണയും ദയയും എന്നൊക്കെയാണെങ്കിൽ പുറത്തേക്ക് ചാടുന്ന ദ്രാവകവും അത് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂട്ടിമുട്ടുന്നവരോട് അല്ലെങ്കിൽ നമ്മളോട് കൂട്ടിമുട്ടുന്ന രോഗികളോട് ആ സ്നേഹത്തിലും ആ കാരുണ്യത്തിലും ഒപ്പം ദയയിലും മാത്രമേ സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ പോരെ, അല്ലെങ്കിൽ അത് തന്നെ നിങ്ങളൊന്ന് പ്രവർത്തിച്ച് നോക്കിയാൽ പോരെ എന്നുള്ളത് ഈ വൈദികൻ ചോദിക്കുകയാണ്. അപ്പോൾ ആദ്യമൊന്നും നേഴ്സിനൊന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം ചിന്തിച്ചപ്പോൾ അതെ, അത് ശരിയാണ്. കാരണം കൂട്ടിമുട്ടുന്ന പാത്രത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വെള്ളത്തിന് എന്ത് നിറമാണോ അതുപോലെ ആയിരിക്കണം നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകേണ്ട ഒരു കൂട്ടിമുട്ടലുകളിൽ നിന്നും ഉണ്ടാകേണ്ട പുറത്തേക്ക് ഒഴുകുന്ന സ്നേഹവും എന്നാ നേഴ്സ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് വലിയൊരു തീരുമാനവും എടുക്കുന്നു. ഇനി ഞാൻ ആരോടും അങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയില്ല, എല്ലാ രോഗികളെയും ഞാൻ ഒരുപോലെ തന്നെ കാണും എന്നുള്ളത്. അത് എൻ്റെ കൂട്ടുകാരോടും ഞാൻ പങ്കുവയ്ക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വൈദികൻ്റെ അടുത്ത് നിന്നും ആ നേഴ്സ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു കഥയിൽ വലിയൊരു സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സന്ദേശത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുൻപേ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കോളറിലേക്ക് നമുക്ക് നമസ്കാരം. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ സലീല ഗിൽബർട്ട്. സലീല ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ കവടിയാറിൽ നിന്നാണ്. തിരുവനന്തപുരത്തെ കവടിയാറിൽ നിന്നല്ലേ? അതെ അതെ. ഓക്കെ. ആന്റിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനുണ്ട്, എന്റെ കൊച്ചുമോനുണ്ട്, ഇളയ മകനും കുടുംബവും ഉണ്ട്. ഓക്കെ, കൂടെ ഉണ്ട്. എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നോ? പിന്നെന്താ, ദൈവകൃപയാൽ വളരെ സന്തോഷം. ഈ 2025 7 മാസവും നമ്മളെ നയിച്ചില്ലേ, കരം പിടിച്ച് നയിച്ചു. അതെ, അതിന്റെ സന്തോഷം എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതിയാവില്ല, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതേ ദൈവകൃപയില് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ. അതെ അതെ. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ? എന്താണ്? നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അവർ അറിയാതെയും കൂട്ടാക്കാതെയും ഇരുന്നത് എന്താണ്? അവർ അറിയാതെയും കൂട്ടാക്കാതെയും ഇരുന്നത് എന്താണ്? ഉഗ്രകോപവും യുദ്ധകാഠിന്യം അവരുടെ മേൽ പകർന്നു. എന്നിട്ടും അവർ അവരുടെ ചുറ്റും ജനിച്ചിട്ടും അവർ അറിഞ്ഞില്ല. ദൈവത്തിന്റെ ഉഗ്രകോപവും യുദ്ധകാഠിന്യവും അവരിൽ പറഞ്ഞിട്ടും അവർ അറിഞ്ഞില്ല. എന്നിട്ട് കൂട്ടാക്കാതിരുന്നത് എന്നാ? അവരെ ദഹിപ്പിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല. ശരി ഉത്തരം, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്. യഹോവ അവരുടെ ചുറ്റും അഗ്നി സ്ഥാപിച്ചത് അവർ അറിഞ്ഞില്ല, അത് അവരെ ദഹിപ്പിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാകുന്നു. ഇത് ആര് ആരോട് അരുളി ചെയ്തതാണ്? യഹോവയായ ദൈവം യാക്കോബിനോട് പറഞ്ഞതാണ്. ആന്റി പറഞ്ഞത് ശരി ഉത്തരമാണ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്. യഹോവ ഇസ്രായേലിനോട്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. അപ്പൊ രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറഞ്ഞു. ആന്റിക്ക് ഇഷ്ടപ്പെട്ട, ഇതുവരെ വായിച്ചിട്ടുള്ളതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം പറയാവോ? ഇത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. എനിക്കിതാണ് ഏത് വചനം? ഏറ്റവും ഇഷ്ടം. ഏത് സമയത്തും എന്നെ കൈപിടിക്കുന്നത് കൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേടിച്ചെന്നെ വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഇതിനപ്പുറം എന്താണ് എനിക്ക്?
അപ്പോ വെള്ളത്തിൽ അത്രയും കൂടി കിടക്കും. അത്രയും ഇഷ്ടപ്പെട്ട മീൻസ് വചനം തന്നെ ചോദ്യത്തിലൂടെയും കിട്ടിയല്ലേ? അതെ അതെ, അത് വലിയൊരു അതന്നെ. അപൂർവമായിട്ടുള്ള ഒരു ഭാഗ്യം കേട്ടോ. ആ. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ഓക്കെ, ചോദ്യം ഇതാണ്: ദൈവജനം എന്തെല്ലാം പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുമെന്നാണ് ഏശയ്യാവ് പറയുന്നത്? ആ, വെള്ളത്തിൽ കൂടി കിടക്കും, നദികളിൽ കൂടി കിടക്കും, തീയിൽ കൂടി കിടക്കും. ഓക്കെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല. കൺഗ്രാറ്റുലേഷൻസ്, ശരി ഉത്തരമാണ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: വെള്ളത്തിൽ കൂടി കടക്കും, നദികളിൽ കൂടി കടക്കും, തീയിൽ കൂടി കടക്കും. അപ്പൊ ഇനി അവസാനത്തെ ഒരൊറ്റ ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, അതും കൂടി അങ്ങ് ചോദിക്കുവാണേ. ചോദ്യം ഇതാണ്: ദൈവജനം വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ യഹോവ കൊടുത്ത വാഗ്ദാനം എന്തായിരുന്നു? ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്നോട് കൂടെ ഇരിക്കും. അത് ആന്റിയുടെ കൂടെ ഈശോ ഉണ്ട്, അതുകൊണ്ടാണ് ഉത്തരം ശരിയായത്. കൺഗ്രാറ്റുലേഷൻസ്. നന്ദി. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അപ്പോ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു അധ്യായത്തില് പ്രത്യേകിച്ച് രണ്ടാമത്തെ ചോദ്യം എന്താ പറയാ, ഒരു ബോണസ് പാർട്ട് കൂടിയായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം കൂടെയായിരുന്നു അല്ലേ? അതെ അതെ, അപ്പൊ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട വചനാണ്. അപ്പൊ തീർച്ചയായിട്ടും ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ ആ ഒരു കൃപ ഒക്കെ ഇനിയും ആന്റിയുടെ കുടുംബത്തിലും ജീവിതത്തിലും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ആന്റി, അപ്പൊ ഇനിയും വിളിക്കാം കേട്ടോ വചന സമീക്ഷയിലേക്ക്. ഓക്കെ ആന്റി, അപ്പൊ താങ്ക് യു സോ മച്ച്. സലീല ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ ആന്റിയും ആന്റിയുടെ മകന്റെ കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകളിലും നിയോഗങ്ങളിലും ഒക്കെ സമർപ്പിക്കുമ്പോൾ ഈ കുടുംബങ്ങളെ കൂടി നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ നമ്മുടെ കഥയുടെ ഒരു അന്ത്യത്തിലേക്കും നമ്മുടെ ഒരു അധ്യായത്തിൻ്റെ അവസാനത്തിലേക്കും നമുക്ക് വരാം. ഈ വൈദികൻ നഴ്സിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതായത് 2 സാധനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അതിൽ നിറഞ്ഞു തുളുമ്പാറായിരിക്കുന്നത് മാത്രമായിരിക്കും താഴേക്ക് പോവുക. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കേണ്ടത്. ഇനി മുന്നോട്ടുള്ള നാളുകളിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെയാണ്. കാരണം ഇന്ന് അസ്വസ്ഥതകൾ ഏറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നമ്മോട് പോലും പലപ്പോഴും ഒരു വെറുപ്പ്, നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പുച്ഛവും ഒക്കെ തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം. പക്ഷേ അപ്പോഴേക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ, 2 കൂട്ടുകാർ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ, അല്ലെങ്കിൽ അറിയാത്തവർ അപരിചിതർ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരിക്കലും ഉളവാകേണ്ടത് വെറുപ്പിൻ്റെ ഒരു മുഖമായിരിക്കരുത്, പിന്നെയോ വിദ്വേഷത്തിൻ്റെ മുഖമായിരിക്കരുത്. അവിടെ സ്നേഹത്തിൻ്റെ മുഖമായിരിക്കണം. നമ്മുടെ ഉള്ളിൽ എന്താണോ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് അത് മാത്രമേ പുറത്തേക്ക് പോവുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ തുളുമ്പി നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹമാണെങ്കിൽ മറ്റൊരാളോട് എപ്രകാരമാണ് നമുക്ക് ദേഷ്യപ്പെടാനാവുക? നമ്മെ ഉപദ്രവിക്കാൻ വരുന്നവൻ്റെ മുൻപിലേക്ക് പോലും പുഞ്ചിരിയോടെ നിൽക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെ പ്രകടമാക്കും. നമ്മെ ഉപദ്രവിക്കുന്നവൻ്റെ, നമ്മെ വാക്കുകൾ കൊണ്ട് തള്ളിപ്പറയുന്നവൻ്റെ മുൻപിൽ പുഞ്ചിരിയോടെ നിൽക്കുവാൻ സാധിച്ചാൽ അത് നമ്മുടെ ഉള്ളിലെ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നതിന് ഉദാഹരണമായിട്ട് മാറും. അങ്ങനെയെങ്കിൽ ജീവിതത്തിലേക്ക് വരുന്ന വെല്ലുവിളികളെ എല്ലാം ഈ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും ദയ കൊണ്ടും നേരിടുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ, പല കൂട്ടിമുട്ടലുകളുടെയും അപകടങ്ങൾ ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്താണെന്നല്ല, പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണ് പുറത്തേക്ക് പോകുന്നത്, അത് വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും നമ്മുടെ ചിന്തകളാണെങ്കിലും അത്രത്തോളം മഹത്തരമാക്കുവാൻ, സ്വർഗത്തോളം ഉയർത്തുവാൻ, സ്വർഗത്തോളം വാഴ്ത്തി നമ്മുടെ ശുശ്രൂഷകളെ, നമ്മുടെ പ്രവൃത്തികളെ മറ്റുള്ളവർ വാഴ്ത്തിപ്പാടുവാൻ അതിന് ഈ ഒരു കഥയും ഇതിൻ്റെ സാരാംശവും സന്ദേശവും ഒക്കെ കാരണഹേതുവായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.